പാണക്കാട്ടും മുസ്ലിം ലീഗിന് റിബൽ ലീഗിന്റെ ആസ്ഥാനമായ പാണക്കാട്ട് സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി തങ്ങളുടെ വാർഡിലടക്കം റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങി. പാണക്കാട് നിന്ന് ഉറപ്പ് ലഭിച്ച ചിലർക്ക് സീറ്റ് കിട്ടാതിരുന്നതാണ് റിബലുകളുടെ എണ്ണം കൂട്ടിയത്. മുസ്ലിം ലീഗിന്റെ അവസാന വാക്കായ പാണക്കാട് തറവാട്ടിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടും സീറ്റ് കിട്ടാതിരുന്നവരാണ് റിബലുകളായി ലീഗിനെ വെല്ലുവിളിക്കുന്നത്. വെളിയങ്കോട്, മലപ്പുറം, പെരിന്തൽമണ്ണ, മഞ്ചേരി തുടങ്ങിയ ഇടങ്ങളിലാണ് റിബലുകളുടെ തിരഞ്ഞെടുപ്പ് അംഗം. ലീഗ് അധ്യക്ഷൻ ഹൈദരലി തങ്ങളുടെ വാർഡിൽ പോലും റിബൽ സ്ഥാനാർത്ഥി നോമിനേഷൻ നൽകി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. വിജയിക്കുമെന്ന ഉറപ്പോടെയാണ് ചുണ്ടയിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാട്ടിൽ വോട്ട് തേടുന്നത്. പിന്തുണ ലീഗിലെ ഒരു വിഭാഗം എനിക്ക് വോട്ട് ചെയ്യും, കോൺഗ്രസിലെ ഒരു വിഭാഗം വോട്ട് ചെയ്യും, CPM വോട്ട് ചെയ്യും, പിന്നെ സ്പെഷ്യൽ വോട്ടർമാർ വോട്ട് ചെയ്യും. ജയിക്കും തീർച്ചയായിട്ടും. അത് പ്രശ്നമല്ല, ജനങ്ങളല്ലേ വോട്ട് ചെയ്യുക. ഇത്തരം നീക്കങ്ങൾ ലീഗിന് വെല്ലുവിളിയേ അല്ലെന്നാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ പതിവ് പ്രതികരണം. ലീഗ് തീർച്ചയായും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ കമ്മിറ്റിയൊക്കെ വിളിച്ചു കൂട്ടിയതിനനുസരിച്ചാണ് സ്ഥാനാർത്ഥിനെ ഹൈദരലി ശിഹാബ് തങ്ങളോട് പ്രഖ്യാപിച്ചത്. അതിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒരു കാരണവശാലും ഉയർന്നു വന്നിട്ടില്ല. അദ്ദേഹം വിമത സ്ഥാനാർത്ഥി എന്ന് പറയാൻ അർത്ഥമില്ല എന്ന് പറയാൻ കാരണം കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ പോലും വോട്ട് ചെയ്യാനും പോലും അദ്ദേഹം ഇറങ്ങിയിട്ടില്ല. പലയിടങ്ങളിലും അനുരഞ്ജന ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.